PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോർപ്പറേഷൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും ഇനി കാത്തിരിക്കുന്ന PSC എക്സാമാണ് കേസ് കാർഡ് ബാങ്ക് അസിസ്റ്റൻറ്റും ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറും. രണ്ടിനും ഒരേ എക്സാമാണ്, ഒരേ സിലബസാണ്. ഇതിനു മുമ്പത്തെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാം അല്ലെങ്കിൽ കേരള ബാങ്ക് ക്ലർക്ക് എക്സാം എഴുതിയവരാണ് നമ്മളിൽ പലരും. ആ എക്സാമിൻ്റെ അതേ സിലബസ് തന്നെയാണ് ഇതിനും. സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ ഓൾമോസ്റ്റ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ടോപ്പിക്കും നോക്കി പുതിയ പ്ലേലിസ്റ്റിലേക്ക് JCI ബാർ കേസ് കാർഡ് ബാങ്ക് അസിസ്റ്റൻ്റ് എന്ന പേരുള്ള പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ കുറച്ച് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കോർപ്പറേഷനിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്, കോർപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം. അതിൽ ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം, അതുപോലെ കോർപ്പറേഷൻ ആൻഡ് അതർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, കോപ്പറേറ്റീവ്, കോമൺവെൽത്ത്, ഇത്രയും ടോപ്പിക്കുകളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ പ്ലേലിസ്റ്റിലേക്കും ആഡ് ചെയ്യാം. പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം, കോർപ്പറേഷനുമായിട്ട് ഇവയ്ക്കുള്ള ബന്ധമാണ് ഇതിൽ നമ്മൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The word corporation is derived from the Latin word co-operari which means dash. The word corporation is derived from the Latin word co-operari which means dash. ഉത്തരം work together. കോർപ്പറേഷൻ എന്ന വാക്കുണ്ടായത് ലാറ്റിൻ വേർഡായ കോ ഓപ്പറാരി എന്ന വാക്കിൽ നിന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം വർക്ക് ടുഗദർ അല്ലെങ്കിൽ വർക്കിംഗ് ടുഗദർ ജോയിൻ്റ്ലി എന്നാണ്. അപ്പം കോർപ്പറേഷൻ എന്ന വാക്കുണ്ടായത് കോ ഓപ്പറാരി എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഇതിൻ്റെ അർത്ഥം വർക്ക് ടുഗദർ അല്ലെങ്കിൽ കോർപ്പറേഷൻ മീൻസ് ലിവിങ്, തിങ്കിങ് ആൻഡ് വർക്കിംഗ് ടുഗദർ. ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റം. The oldest form of economic system. ഉത്തരം ക്യാപിറ്റലിസം. ക്യാപിറ്റലിസമാണ് ഏറ്റവും പഴയ എക്കണോമിക് സിസ്റ്റം. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റ് ചെയ്തത് തന്നെ ഈ ക്യാപിറ്റലിസത്തിൻ്റെ ബാഡ് എഫക്റ്റ് ഇറാഡിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റഡ് ഇൻ ദ വേൾഡ് ഇൻ ഓർഡർ ടു ഇറാഡിക്കേറ്റ് ദ ഈവിൾസ് ഓഫ് ക്യാപിറ്റലിസം. അല്ലെങ്കിൽ ക്യാപിറ്റലിസത്തിൻ്റെ ഒരു റിഫോംഡ് ഫോമാണ് കോപ്പറേഷൻ എന്ന് പറയാം. Under capitalism, the entire means of production and distribution of goods and services are vested in the hands of dash. Under capitalism, the entire means of production and distribution of goods and services are vested in the hands of dash. ഉത്തരം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ്. ക്യാപിറ്റലിസത്തിൽ എൻ്റയർ മീൻസ് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഡിസ്ട്രിബ്യൂഷനും എല്ലാം പ്രൈവറ്റ് പാർട്ടീസിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കുത്തക അവകാശമായിരുന്നു. One man, one vote is a principle of dash. One man, one vote is a principle of dash. ഉത്തരം കോർപ്പറേഷൻ. കോർപ്പറേഷൻ്റെ പ്രിൻസിപ്പിളാണ് ഒരാൾക്ക് ഒരു വോട്ട് എന്നത്. കമ്പനികളിൽ നമുക്കറിയാം വൺ ഷെയർ വൺ വോട്ടാണ് പ്രിൻസിപ്പിള്. കോർപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വൺ മാൻ വൺ വോട്ടാണ്. അതുപോലെ ഡെമോക്രാറ്റിക് കൺട്രോളും കോർപ്പറേഷൻ്റെ പ്രിൻസിപ്പിൾസിൽ ഒന്നാണ്. Dash is system wherein all means of production and distribution is owned and controlled by the state. Dash is system wherein all means of production and distribution is owned and controlled by the state. ഉത്തരം സോഷ്യലിസം. സോഷ്യലിസത്തിൽ ഓൾ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓൺ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും സ്റ്റേറ്റ് ആണ്. നമ്മൾ നേരത്തെ ക്യാപിറ്റലിസത്തിൻ്റെ കാര്യം പറഞ്ഞു. അവിടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലാണ് ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. സോഷ്യലിസത്തിൽ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ദി സ്റ്റേറ്റ്. സ്റ്റേറ്റ് ഈസ് സുപ്രീം അണ്ടർ ഡാഷ്. സ്റ്റേറ്റ് ഈസ് സുപ്രീം അണ്ടർ ഡാഷ്. ഉത്തരം സോഷ്യലിസം. സ്റ്റേറ്റിന് സുപ്രീം പവർ കൊടുക്കുന്നത് സോഷ്യലിസത്തിലാണ്. സുപ്രീം പവർ ഗോസ് ടു ഗവൺമെൻറ് ഇൻ വിച്ച് എക്കണോമിക് സിസ്റ്റം എന്ന് ചോദിച്ചാൽ ഉത്തരം സോഷ്യലിസമാണ്. സോഷ്യലിസത്തിലാണ് ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ സ്റ്റേറ്റിന് സുപ്രീം പവർ കൊടുക്കുന്നത്. പ്രോഫിറ്റ് മോട്ടീവ് ഈസ് ദ മെയിൻ ഫീച്ചർ ഓഫ് ഡാഷ്. പ്രോഫിറ്റ് മോട്ടീവ് ഈസ് ദ മെയിൻ ഫീച്ചർ ഓഫ് ഡാഷ്. ഉത്തരം ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിൻ്റെ മെയിൻ ഫീച്ചറാണ്
പ്രോഫിറ്റ് മോട്ടീവ് അല്ലെങ്കിൽ പ്രോഫിറ്റ് അച്ചീവ് ചെയ്യുക അല്ലെങ്കിൽ വെൽത്ത് മാക്സിമൈസേഷനാണ് ക്യാപിറ്റലിസത്തിൻ്റെ ഒരു മെയിൻ ഫീച്ചർ. കോർപ്പറേഷൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് സർവീസ് മോട്ടീവാണ്. ഡാഷ് ഈസ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഡാഷ് ഈസ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് എ ബിസിനസ്. ഉത്തരം കോർപ്പറേഷൻ. കോർപ്പറേഷൻ ഈസ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് എ ബിസിനസ്. കോർപ്പറേഷനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്തത് TN ഹജീലയാണ്. ഇത് CSEBക്കൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. കോർപ്പറേഷൻ ഈസ് എ സ്പെഷ്യൽ മെത്തേഡ് ഓഫ് ഡൂയിങ് എ ബിസിനസ് എന്ന് പറഞ്ഞത് TN ഹജീല. 1 ഷെയർ 1 വോട്ട് ഈസ് റിലേറ്റഡ് ടു. 1 ഷെയർ 1 വോട്ട് ഈസ് റിലേറ്റഡ് ടു. ഉത്തരം ക്യാപിറ്റലിസം. കോർപ്പറേഷൻ്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 1 മാൻ 1 വോട്ടാണ്. ക്യാപിറ്റലിസത്തിൽ 1 ഷെയർ 1 വോട്ട്. സോഷ്യലിസം ഈസ് അതർവൈസ് കോൾഡ് ഡാഷ്. സോഷ്യലിസം ഈസ് അതർവൈസ് കോൾഡ് ഡാഷ്. ഉത്തരം സെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. സോഷ്യലിസത്തിൻ്റെ മറ്റൊരു പേരാണ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ്. കോർപ്പറേഷൻ ഈസ് ഗൈഡഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്. കോർപ്പറേഷൻ ഈസ് ഗൈഡഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡാഷ്. ഉത്തരം ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. കോർപ്പറേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, പരസ്പരമുള്ള സഹായവും സഹകരണവും. കോർപ്പറേഷൻ ഈസ് എ ക്രൈം ഇഫ് ദർ ഈസ് നോ മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് കോൺഫിഡൻസ്. കോർപ്പറേഷൻ ഈസ് എ ക്രൈം ഇഫ് ദർ ഈസ് നോ മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് കോൺഫിഡൻസ്. ഹൂ സെഡ് ദിസ്? ഉത്തരം മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി പറഞ്ഞ വാക്കുകളാണ് കോർപ്പറേഷൻ ഈസ് എ ക്രൈം ഇഫ് ദർ ഈസ് നോ മ്യൂച്വൽ റെസ്പെക്റ്റ് ആൻഡ് കോൺഫിഡൻസ് എന്നത്. ഡാഷ് ഈസ് ആൻ എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസം. ഡാഷ് ഈസ് ആൻ എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസം. ഉത്തരം കമ്മ്യൂണിസം. കമ്മ്യൂണിസം എന്നത് സോഷ്യലിസത്തിൻ്റെ ഒരു എക്സ്ട്രീം ഫോമാണ്. ഡാഷ് ഈസ് ദ മോട്ടോ ഓഫ് ക്യാപിറ്റലിസം. ഡാഷ് ഈസ് ദി മോട്ടോ ഓഫ് ക്യാപിറ്റലിസം. ഉത്തരം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നത് ക്യാപിറ്റലിസത്തിൻ്റെ മോട്ടോ ആണ്. കമ്മ്യൂണിസം ഡിസ്ക്രൈബ്ഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് അൾട്ടിമേറ്റ് ഗോൾ. കമ്മ്യൂണിസം ഡിസ്ക്രൈബ്ഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് അൾട്ടിമേറ്റ് ഗോൾ. ഉത്തരം ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. ഡാഷ് ഈസ് കോൾഡ് സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ്. ഡാഷ് ഈസ് കോൾഡ് സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ്. ഉത്തരം കോർപ്പറേഷൻ. സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കോർപ്പറേഷനാണ്. ഡാഷ് ഈസ് ദ സിസ്റ്റം ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ബേസ്ഡ് ഓൺ ഹോൾഡിംഗ് ഓഫ് ഓൾ പ്രോപ്പർട്ടി ഇൻ കോമൺ. ഡാഷ് ഈസ് എ സിസ്റ്റം ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ബേസ്ഡ് ഓൺ ഹോൾഡിംഗ് ഓഫ് ഓൾ പ്രോപ്പർട്ടി ഇൻ കോമൺ. ഉത്തരം കമ്മ്യൂണിസം. മിനിമം ഗവൺമെൻറ് ഇൻ്റർഫേസ് സ്പെസിഫൈസ് ഡാഷ്. മിനിമം ഗവൺമെൻറ് ഇൻ്റർഫേസ് സ്പെസിഫൈസ് ഡാഷ്. ഉത്തരം ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിനിമം ഗവൺമെൻറ് ഇൻ്റർഫേസ് ആണ്. കോർപ്പറേഷൻ ഈസ് എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ടു അവോയ്ഡ് എക്സ്പ്ലോയിറ്റേഷൻ ബൈ ഡാഷ്. കോർപ്പറേഷൻ ഈസ് എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ടു അവോയ്ഡ് എക്സ്പ്ലോയിറ്റേഷൻ ബൈ ഡാഷ്. ഉത്തരം മിഡിൽ മാൻ. Dash means a state of economy where the means of production, distribution and exchange are owned by the cooperatives. Dash means a state of economy where the means of production, distribution and exchange are owned by the cooperatives. Uttaram cooperative commonwealth. The idea of cooperative commonwealth was first conceived by ഉത്തരം DR ഗാഡ്ഗിൽ. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ഐഡിയ ആദ്യം കൊണ്ടുവന്ന ആളാണ് പ്രൊഫസർ DR ഗാഡ്ഗിൽ. ടുവാർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഈസ് എ ബുക്ക് റിട്ടൺ ബൈ. ടുവാർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഈസ് എ ബുക്ക് റിട്ടൺ ബൈ. ഉത്തരം DR ഗാഡ്ഗിൽ. ടുവാർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നത് DR ഗാഡ്ഗിലിൻ്റെ ബുക്കാണ്. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നറിയപ്പെടുന്നത് DR ഗാഡ്ഗിലാണ്. അദ്ദേഹം 1961 പബ്ലിഷ് ചെയ്ത ബുക്കാണ് ടുവാർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. ഡാഷ് ഈസ് എ ഗോൾഡൻ മീൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം.
ഡാഷ് ഈസ് എ ഗോൾഡൻ മീൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. ഉത്തരം കോപ്പറേഷൻ. കോപ്പറേഷൻ ഈസ് എ ഗോൾഡൻ മീൻസ് ബിറ്റ്വീൻ ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം. Cooperation was the only instrument to implement the economic programs of democratic India, and the prime importance will be given for the growth and development of the cooperative sector, in which 5-year plan was this statement included. Cooperation was the only instrument to implement the economic programs of democratic India, and the prime importance will be given for the growth and development of the cooperative sector, in which 5-year plan was this statement included. ഉത്തരം ഫസ്റ്റ് 5-year പ്ലാൻ. ഫസ്റ്റ് 5-year പ്ലാനിൽ ഉൾപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത്. കോപ്പറേഷൻ വാസ് ദ ഓൺലി ഇൻസ്ട്രുമെൻറ്റ് ടു ഇംപ്ലിമെൻറ്റ് ദ എക്കണോമിക് പ്രോഗ്രാംസ് ഓഫ് ഡെമോക്രാറ്റിക് ഇന്ത്യ ആൻഡ് ദ പ്രൈം ഇമ്പോർട്ടൻസ് വിൽ ബി ഗിവൺ ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കോപ്പറേറ്റീവ് സെക്ടർ. Cooperative societies can help the transformation from capitalism to socialism and finally to communism. Who said this? Cooperative societies can help the transformation from capitalism to socialism and finally to communism. Who said this? ഉത്തരം ലെനിൻ. ലെനിൻ്റെ വാക്കുകളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്യാൻ ഹെൽപ്പ് ദ ട്രാൻസ്ഫോർമേഷൻ ഫ്രം ക്യാപിറ്റലിസം ടു സോഷ്യലിസം ആൻഡ് ഫൈനലി ടു കമ്മ്യൂണിസം എന്നത്. ഇനി ഈ ഭാഗത്ത് നിന്ന് സെയിം സിലബസ് ആയിരുന്ന കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസം? വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ക്യാപിറ്റലിസം? ഓപ്ഷൻസ്: റൈറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ്, റൈറ്റ് ഓഫ് ഫ്രീ എൻ്റർപ്രൈസ്, റൈറ്റ് ഓഫ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഗെയിൻ. ക്യാപിറ്റലിസത്തിന് ഫീച്ചർ അല്ലാത്തത് താഴെ തന്നവയിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, റൈറ്റ് ഓഫ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്റ്റേറ്റ് ഓണർഷിപ്പ്? വിച്ച് എമംഗ് ദ ഫോളോവിങ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്റ്റേറ്റ് ഓണർഷിപ്പ്? ഓപ്ഷൻസ്: ക്യാപിറ്റലിസം, സോഷ്യലിസം, കോപ്പറേഷൻ, കമ്മ്യൂണിസം. ഏത് എക്കണോമിക് സിസ്റ്റത്തിലാണ് സ്റ്റേറ്റിന് സുപ്രീം പവർ ഉള്ളത് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓണർഷിപ്പ് അസോസിയേറ്റ് ചെയ്യുന്ന എക്കണോമിക് സിസ്റ്റം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സോഷ്യലിസം. സോഷ്യലിസത്തിൽ സുപ്രീം പവർ പോകുന്നത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിലേക്കാണ്. ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് ഫസ്റ്റ് ഗിവൺ ബൈ. ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് ഫസ്റ്റ് ഗിവൺ ബൈ. ഓപ്ഷൻസ്: ഡി ആർ ഗാഡ്ഗിൽ, ഡി ജി കാർവേ, സർ ഫ്രെഡറിക് നിക്കോൾസൺ, ഡോക്ടർ വില്യം കിങ്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന ഐഡിയ ആദ്യം കൊണ്ടുവന്നത് ഓപ്ഷൻ എ ആണ്, ഡി ആർ ഗാഡ്ഗിൽ. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നറിയപ്പെടുന്നത് ഡി ആർ ഗാഡ്ഗിൽ. ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് കപ്പാസിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ് ഈസ് ദ മാക്സിം ഓഫ്. ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് കപ്പാസിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ് ഈസ് ദ മാക്സിം ഓഫ്. ഓപ്ഷൻസ്: ക്യാപിറ്റലിസം, സോഷ്യലിസം, കമ്മ്യൂണിസം, കോപ്പറേഷൻ. ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് കപ്പാസിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്. ഇത് ഏതിൻ്റെ മാക്സിമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, കമ്മ്യൂണിസം. കോർപ്പറേറ്റ് ബോഡി റെപ്രസെൻറ്റ്സ്. കോർപ്പറേറ്റ് ബോഡി റെപ്രസെൻറ്റ്സ്. ഓപ്ഷൻസ്: ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി, കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ബോത്ത് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, രജിസ്റ്റേർഡ് പാർട്ട്ണർഷിപ്പ് ഫേംസ്. കോർപ്പറേറ്റ് ബോഡി എന്ന് വെച്ചാൽ ഓപ്ഷൻസ്: ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ കേസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോർപ്പറേഷനിലെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.